പുതിയൊരു ചിന്തയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആത്മാഭിമാനം. എന്തുകൊണ്ട് ചിലർ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നു, എന്നാൽ ചിലർ ചെറിയ അഭിപ്രായങ്ങളിൽ പോലും തകർന്നു പോകുന്നു? ഇതിന്റെ രഹസ്യം അവരുടെ പുറംമോടിയല്ല, അവർക്ക് തങ്ങളോടുള്ള ആത്മാഭിമാനമാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകത്ത് നമ്മൾ നിരന്തരം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യപ്പെടുകയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ വില കുറച്ച് കാണും. ഈ വീഡിയോയിൽ നമ്മൾ വെറും ഉപദേശങ്ങൾ മാത്രമല്ല പറയുന്നത്, മറിച്ച് നിങ്ങളുടെ ആത്മാഭിമാനം എങ്ങനെ തിരികെ പിടിക്കാം എന്നതിനെ കുറിച്ച് വളരെ പ്രായോഗികമായ വഴികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്ത ചില നിമിഷങ്ങൾ എന്നോടൊപ്പം നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് ആരംഭിക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വയം ഉള്ള അംഗീകാരമാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ കണ്ണാടിയിലൂടെയാണ് നമ്മളെ നോക്കുന്നത്. ഞാൻ കഴിവുള്ളയാളാണോ? ഈ ചോദ്യം ഉപേക്ഷിച്ച് ഞാനാണ്, അതാണ് എൻ്റെ ശക്തി എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷമാണ് സ്വയം അംഗീകാരത്തിന്റെ തുടക്കം. മറ്റുള്ളവരുടെ ഹൈലൈറ്റ് റീലുകളുമായി നിങ്ങളുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുക. നിങ്ങളുടെ കുറവുകളും അപൂർണതകളും നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വന്തം സുഹൃത്തായി മാറി സ്വയം കരുണ കാണിക്കാൻ പഠിക്കുക. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ 5 നല്ല ഗുണങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. നമ്മൾ നമ്മളെ തന്നെ വിലമതിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായുള്ള കാത്തിരിപ്പ് താനെ ഇല്ലാതെയാവും. രണ്ടാമതായി, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ കൈകാര്യം ചെയ്യാം? എനിക്കിത് പറ്റില്ല, ഇങ്ങനെയുള്ള ചിന്ത ഒരു യാഥാർത്ഥ്യമല്ല, മറിച്ച് നിങ്ങളുടെ ഭയം മാത്രമാണ്. ഇത്തരം ചിന്തകൾ വരുമ്പോൾ അതിനെ പിടിച്ചു കെട്ടാൻ നോക്കരുത്, പകരം ഒരു സാക്ഷിയെ പോലെ അതിനെ നിരീക്ഷിക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്? ആ ചിന്തകളെ ചോദ്യം ചെയ്യുക. അതിനെന്തെങ്കിലും തെളിവുണ്ടോ? നെഗറ്റീവ് ചിന്തകൾ അമിതമാകുമ്പോൾ 5, 4, 3, 2, 1 എന്ന രീതി പരീക്ഷിക്കുക. അതെങ്ങനെ സാധിക്കും? ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കാണുന്ന 5 കാര്യങ്ങൾ, കേൾക്കുന്ന 4 ശബ്ദങ്ങൾ, തൊട്ടറിയുന്ന 3 കാര്യങ്ങൾ എന്നിങ്ങനെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വർത്തമാനകാലത്തേക്ക് തിരിച്ചു വരിക. ഓർക്കുക, മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും. മൂന്നാമതായി, ജീവിതത്തിലെ ചെറിയ വിജയങ്ങളെ ആഘോഷിക്കുക. വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം സന്തോഷിക്കാൻ കാത്തിരിക്കരുത്. ഒരു ദിവസം നിങ്ങൾ കൃത്യമായി എഴുന്നേറ്റു, വ്യായാമം ചെയ്തു, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചു തീർത്തു. ഇവയൊക്കെ നിങ്ങളുടെ വിജയങ്ങളാണ്. ഈ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് അടുത്ത വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഒരു വിക്ടറി ജേണൽ സൂക്ഷിക്കുക. ദിവസവും നിങ്ങൾ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അതിൽ എഴുതി വെക്കുക. തോൽവികൾ അവസാനമല്ല, അതൊരു പാഠമാണെന്ന് തിരിച്ചറിയാൻ ചെറിയ വിജയങ്ങൾ നമ്മളെ സഹായിക്കും. അവസാനമായി, ശാരീരിക ആരോഗ്യവും ആത്മാഭിമാനവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കൃത്യമായ ഉറക്കം, ഭക്ഷണം, വ്യായാമം ഇവയൊക്കെ ശീലമാക്കുക. ദിവസവും 20 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തും. കൂടാതെ ഡിജിറ്റൽ ഡിറ്റോക്സ് ശീലമാക്കുക. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്ന് സ്വയം സമയം കണ്ടെത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾക്ക് മാന്യമായി നോ പറയാൻ പഠിക്കുക. നിങ്ങളുടെ സമയത്തിനും ഊർജത്തിനും വലിയ മൂല്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് മുൻഗണന നൽകുമ്പോൾ ലോകം നിങ്ങളെ കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങും. ഓർക്കുക, ആത്മാഭിമാനം എന്നത് മറ്റാരും നിങ്ങൾക്ക് തരുന്ന ഒന്നല്ല, നിങ്ങൾ സ്വയം നിർമ്മിച്ചെടുക്കേണ്ട ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെറിയ രീതിയിലാണെങ്കിലും ഇന്നു മുതൽ
ജീവിതത്തിൽ പരീക്ഷിച്ചു തുടങ്ങുക. നിങ്ങൾ വിജയിച്ചവനാണ്. നിങ്ങളെക്കാൾ നന്നായി നിങ്ങളെ മനസ്സിലാക്കാൻ മറ്റാർക്കും കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.